നമ്മളെ കയ്യിൽ റവ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. എന്തായാലും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടാവും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഞാനിതാ സൂചിപ്പൊടി എടുത്തിട്ടുണ്ട്. സൂചിപ്പൊടി എന്ന് പറയും, നമ്മൾ റവ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ അതെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ഒരു ഗ്ലാസ് റവ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് കുതിർത്ത് വെക്കണം. കുറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം. നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്നില്ലേ അതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനച്ച് വെക്കുക. ഇപ്പൊ ഇത്രയും മതിയാവും കേട്ടോ. ഏകദേശം ഒരു 1.5 ടീസ്പൂണ് വെള്ളം അത്രയും ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് വെള്ളം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. നമ്മളിപ്പോ പുട്ടിനൊക്കെ നനയ്ക്കുന്നില്ല അതേപോലെ തന്നെ നനച്ചെടുക്കാം മതി കേട്ടോ. അപ്പൊ ഇത് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുതിർന്ന് വരണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് വരും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഏകദേശം കുതിർന്ന പോലെ തന്നെ ഉണ്ടാവും, കുഴഞ്ഞു വരും കേട്ടോ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മാത്രം മതിയാവും, കൂടുതലായി പോകരുത് കേട്ടോ. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒറ്റ മുട്ട മതിയാവേ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ മുട്ട ഇഷ്ടമല്ലാത്തവര് മുട്ട ചേർക്കണമെന്നില്ല കേട്ടോ. മുട്ട ചേർക്കാണ്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. മുട്ട എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു മുട്ടന്റെ വെള്ളത്തിൽ ഒന്നും കൂടി കുതിരും കേട്ടോ. അത് കണ്ടില്ലേ, ഒന്ന് ലൂസായി വന്നത്. ഇത്ര മതിയാവും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇത് പൊടിക്കൊന്നും ചെയ്തില്ല കേട്ടോ, അപ്പാടിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളെ കയ്യിൽ ഏലക്കന്റെ പൊടി ഉണ്ട്, അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിത് കുരുവോടിക്ക് തന്നെ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര ആണ്. കുറച്ച് പഞ്ചസാര മാത്രമാണ് ഇട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വേറെ സാധനങ്ങളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് മാത്രം മതിയാകും. ഏകദേശം ഒരു ടീസ്പൂണ് 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പഞ്ചസാര ഒന്നും കൂടി മിക്സ് ആക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മളെ റവ നല്ലോണം കുഴഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴമാണ്. ഇതിപ്പോ അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ് കേട്ടോ. ഇത്രയും പഴം നമുക്ക് വേണ്ട. ഇതിന്റെ പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത്രയും മതിയാവും. ബാക്കി നമ്മളത് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ ഒരു പഴം. ഇനി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല അടിയേണ്ട കാര്യമില്ല കേട്ടോ. പഴം അവിടെ ഇവിടെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കടിക്കാനും നിന്നോട്ടെ. അതുപോലെ തന്നെ നമ്മള് തരിയില്ലേ, റവല്ലേ, അവിടെ ഇവിടെ ഒന്ന് കടിക്കാനുണ്ടാവണം കേട്ടോ. അപ്പൊ ഒന്ന് അടിച്ചാൽ മതി. അധികം നേരം അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അടിച്ചെടുത്താല് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പൊ ഇത് പഴത്തിന്റെ കഷ്ണം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടിച്ചു കഴിഞ്ഞാല് നമുക്കത് എടുത്തു മാറ്റാം. പെട്ടെന്ന് തന്നെ പഴം അടിഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ മാവ് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലോണം ഞാൻ അടിച്ചില്ല കേട്ടോ. ഒരു കഷ്ണം പഴം, ഒരു ചെറിയൊരു കഷ്ണം പഴം മാത്രം ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഒരു മാവിന്റെ ഒപ്പം മിക്സ് ആയി പോയി. എന്നാലും ഒരു തരിങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം പഴം ഉണ്ടായിട്ട് അത് ഞാൻ എടുത്തു മാറ്റിയിരുന്നു. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് അരഞ്ഞു കിട്ടേണ്ടത്.
ഇപ്പം കറക്റ്റ് പാകാന്ന് കേട്ടോ. ഈ ഒരു വെള്ളം വേറെ വെള്ളവും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ ഇത്രയും മതിയാവും. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 1.5 പഴം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോ നമ്മൾ എടുത്ത ബാക്കിയുള്ള പഴമാണ് കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിയൊക്കെ ആക്കുന്നില്ല, അതേ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പഴം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഓരോ പഴവും നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കരിഞ്ജീരകം ഇടാൻ വിട്ടുപോയിന് കേട്ടോ. കരിഞ്ജീരകം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു നുള്ളു കരിഞ്ജീരകം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുത്താൽ മതിയാവും. ഇനി ഒരു പഴം എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മാവ് നമ്മൾ പഴം പൊരിക്കാനൊക്കെ ആക്കുന്നില്ല, അതേപോലെ ആക്കിയെടുക്കുക. ഇതേപോലെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നല്ലോണം തന്നെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഓരോന്നും ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എണ്ണ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. കാരണം റവ ആണല്ലോ. അപ്പോൾ റവയും പഞ്ചസാര ആയതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. മുകൾ ഭാഗം അന്നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ പഴംപൊരിക്കുന്നതിനേക്കാട്ടും നമ്മളിപ്പോൾ സാധാ പഴംപൊരി ഉണ്ടാക്കുന്നില്ലേ, അതിനേക്കാട്ടും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടത്. ഇപ്പോൾ മുകൾ ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടത്. പഴംപൊരി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇത്രയും മതിയാവും കേട്ടോ. എല്ലാ ഭാഗവും നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ ഒരു പഴം വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റ് നിറയെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയാണ്. ഇതേപോലെ മുകൾ ഭാഗം ക്രിസ്പി അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അത് കിട്ടിയത്. ഇത് പിറ്റേന്നൊക്കെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.